സ്വിഗ്ഗി ജീവനക്കാർ സമരത്തിൽ. തിരുവനന്തപുരം പാളയത്ത് സമരത്തിൽ പങ്കെടുക്കാതെ ജോലിക്ക് കയറിയ ഒരു വിഭാഗം ജീവനക്കാരെ തടഞ്ഞു. ഇത് തർക്കത്തിനിടയാക്കി. കൂലിയുമായി ബന്ധപ്പെട്ട വേതനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ സമരത്തിലേക്ക് ഇവരെ നയിച്ചിരിക്കുന്നത്. ആദ്യം തിരുവനന്തപുരത്താണ് സമരം പ്രഖ്യാപിച്ചത് എങ്കിലും ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ സമരം നീട്ടിയിരിക്കുകയാണ്, വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പം മുമ്പാണ് ഈ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിനും തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്. ഈ സമരത്തിൽ പങ്കെടുക്കാതെ ഒരു വിഭാഗം ജീവനക്കാർ ജോലിക്ക് കയറിയതാണ് തർക്കത്തിന് ഇടയാക്കിയത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഈ വേതനം സംബന്ധിച്ച പ്രശ്നമാണോ? കാരണം നേരത്തെയും ഈ വിഷയം ഇവർ പലതവണയായി ഉന്നയിച്ചിരുന്നു, അതിന് പരിഹാരമുണ്ടായില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ സമരം? സംസ്ഥാന വ്യാപകമായി സമരം നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഓൺലൈൻ ഭക്ഷ്യവിതരണ ശൃംഖലയെ അത് കാര്യമായി ബാധിക്കും. അങ്ങനെ അത്തരത്തിൽ അതിനെ ബാധിച്ചിട്ടുണ്ടോ ഇതിനകം? രഞ്ജിത്ത്, സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട്, അതായത് നിത്യോപയോഗ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ശൃംഖലയാണ് ഈ ഇൻസ്റ്റാമാർട്ട്. സ്വിഗ്ഗിയുടെ തന്നെയാണത്. അവരാണ് പ്രധാനമായും പണിമുടക്കുന്നത്. അവർക്ക് ഐക്യദാർഢ്യവുമായി ഭക്ഷണ വിതരണ ശൃംഖലയിലെ തൊഴിലാളികളും പങ്കെടുക്കുന്നുണ്ട്. സൊമാറ്റോയും ഒരു ദിവസം ഇത് അനിശ്ചിതകാല പണിമുടക്കാണ്. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സൊമാറ്റോയും സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഓൺലൈൻ ഭക്ഷണ വിതരണം പൂർണ്ണമായും തടസ്സപ്പെടാൻ ഇടയുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇവർ സമരം ആരംഭിച്ചത്. കോഴിക്കോടും ഇന്ന് തന്നെ സമരം തുടങ്ങുന്നുണ്ട്. ക്രിസ്മസിന് മുമ്പ് പത്തനംതിട്ട, കൊല്ലം, തൃശൂർ എന്നിവിടങ്ങളിലും സമരം ആരംഭിക്കാനാണ് സ്വിഗ്ഗിയുടെ ജീവനക്കാരുടെ തീരുമാനം. CITUവും INTUCയുമാണ് ഈ സമരത്തിന് പ്രധാനമായും പിന്തുണ അർപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ പിന്തുണയിൽ കൂടിയാണ് സമരം നടക്കുന്നത്. 2018 സംസ്ഥാനത്ത് സ്വിഗ്ഗി ഈ ഭക്ഷ്യവിതരണ ആപ്പ്, ഓൺലൈൻ ഭക്ഷ്യവിതരണം തുടങ്ങിയത്. പിന്നീട് അന്ന് മുതൽ കിലോമീറ്ററിന് 5 രൂപ ആണ് നൽകിക്കൊണ്ടിരുന്നത്. അത് വീണ്ടും കുറവ് വരുത്താൻ ശ്രമിക്കുന്നു, പല ആനുകൂല്യങ്ങൾ നൽകുന്നതെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിലെ ഈ തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. രാവിലെ നമ്മൾ കണ്ടത് ഈ സമരം ചെയ്യാൻ എത്തിയ ആളുകൾക്ക് അപ്പുറത്തേക്ക് ജോലി കയറാനും ആളുകൾ വന്നു. അവരും ഇങ്ങനെയുണ്ട്. ഇത് ജോലി ചെയ്യാൻ തയ്യാറായി വന്ന ആളുകളാണ്. അവർ കുറച്ചാളുകൾ ജോലി ചെയ്യാൻ വന്നിട്ട് അവർ മടങ്ങിപ്പോവുകയാണ്. നിങ്ങൾ സമരത്തിലുള്ളവരല്ല, ജോലി ചെയ്യാൻ വന്നവരാണോ? ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അതെ, നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഏകദേശം 5ാമത്തെ സമരമാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തെ ഒരു 500 കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ ഇവരിവിടെ വന്നിട്ട് നമ്മളെ അടിക്കുന്നു, ഇടിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരാണ് ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്നത്. ടയർ കുത്തി കയറുക, അതൊക്കെയാണ്. ആദ്യമേ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇതിലാണ് നമ്മുടെ സംസാരിക്കുന്നത്. നമ്മൾ 4 വർഷം കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഓടുന്നവരാണ്. പ്രശ്നമുണ്ട്, ഈ വേതനം കുറവെന്ന പ്രശ്നമുണ്ട്. കുറവാണ്, പക്ഷെ ഇവരാരും നമ്മളടുത്ത് സഹായിച്ചല്ല. ഇവര് മുൻകൂട്ടി നിശ്ചയിച്ച് എന്നിട്ട് നമ്മളടുത്ത് ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇപ്പൊ നിൽക്കാൻ എന്തായാലും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് 66,000 രൂപയാണ് ഒരു മാസം ഇട്ടേക്കുന്നത്, മിനിമം ഗ്യാരണ്ടി ഇട്ടേക്കുന്നത്. അപ്പൊ അത് ഈ മാസത്തെ ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇടാറുള്ളൂ. അപ്പൊ അതും കൂടെ അവരില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാതായി പോകും. അത് എല്ലാ ദിവസവും നമ്മൾ ലീവ് എടുക്കാതെ ഓടാൻ വേണ്ടി ആലോചിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞ് അടുത്ത മാസം ഇവർ ചെയ്യാൻ നോക്കി നമ്മളെല്ലാരും കൂടെ നിന്നാ. പക്ഷെ നമ്മളടുത്ത് ആലോചിക്കത്തില്ല. പൈസ കിട്ടുന്ന സമയമാണെന്ന് തോന്നുന്നില്ല. അതേപോലെ ഓട്ടോ ഉണ്ട്, റെസ്റ്റോറന്റിലെല്ലാം ഭയങ്കര ഡിലേ ആണ്. ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് തന്നെയാണ് ചിലപ്പോൾ ഒരു ഓർഡർ എടുത്തോണ്ട് പോകുന്നത്. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ സമരം നിങ്ങളോട് ആലോചിക്കാതെ എടുത്ത തീരുമാനമാണ്. തീർച്ചയായും നമ്മളടുത്ത് ആലോചിച്ചിട്ടില്ല. പിന്നെ ആലോചിക്കുന്നപ്പോൾ ഞങ്ങള് കഴിഞ്ഞ എല്ലാ സമരത്തിനും ഞങ്ങൾ സപ്പോർട്ട്, അകമഴിഞ്ഞ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇപ്രാവശ്യം സമരം പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞങ്ങൾ നേരിട്ടും അല്ലാതെയും വധഭീഷണിയും, ഞങ്ങളുടെ വണ്ടി കുത്തിക്കയറും. അപ്പൊ ഞങ്ങൾക്കും ജീവിക്കണ്ടേ സാറേ? വേറെ യൂണിയനാണോ? നിങ്ങൾ വേറെ ഞങ്ങൾ ഒരു യൂണിയനിലില്ലാത്ത ആൾക്കാരാണ്. ഒരു യൂണിയനിലില്ലാത്ത ആൾക്കാരാണ്. പല അനുഭവങ്ങളും ഉണ്ട് ഇതിൽ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സമരത്തിനോട് നമ്മൾ യോജിക്കുന്നില്ല. രാവിലെ ഇൻസ്റ്റാൾമെന്റ് ഓർഡർ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മളെ പിടിച്ചുള്ള അടിക്കുകയൊക്കെ ഉണ്ടായി ഇവിടെ. അപ്പൊ അത് കാരണത്താലാണ് ഇവിടെ വന്നത്. അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതാണ്. നിങ്ങളുടെ ഈ ടിപ്പ് പോലും ഈ കമ്പനി ആള് ടിപ്പും തരുന്ന പരാതിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ട്. നമുക്ക് സർജ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു സമരം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ തൊഴിലാളികൾക്കും കഴിഞ്ഞ സമരത്തിന് ഈ പുള്ളി 2000 രൂപ ഇവിടെ നിൽക്കുന്ന റൈഡേഴ്സിന്റെ ഒപ്പ് മേടിച്ചുകൊണ്ട് ലേബർ ഓഫീസിൽ കൊണ്ട് ഈ വേതനം മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വ്യക്തി. ലേബർ ഓഫീസിലെ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വരെ അവിടെ ഇരിപ്പുണ്ട്. ഈ പുള്ളി അനാവശ്യമായിട്ടുള്ള മറ്റുള്ള അതായത് കള്ള ഒപ്പ്, അതായത് ഈ പുള്ളിക്ക് മാനേജ്മെന്റ് നല്ല പൈസ കൊടുക്കുന്നുണ്ട്. മാസം തോറും ഓടിയില്ലെങ്കിലും
10,000 രൂപ വെച്ച് അക്കൗണ്ടിൽ പോകുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. മനസ്സിലായില്ലേ? 1.5 വർഷത്തോളമായി ഇത് നിൽക്കണം. 6 മാസം എന്റെ ID ബ്ലോക്ക് ആക്കിയിട്ട് കഴിഞ്ഞ സമരത്തിന് സാർ കഴിഞ്ഞ 6 മാസം എന്റെ ID ഇവിടെ ബ്ലോക്ക് ആയിട്ട് സമരത്തിന് നിന്നതാണ്. കേട്ടല്ലേ? ഈ പുള്ളി പൈസ മേടിച്ചുകൊണ്ട് എന്റെ ID ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണ് ഈ പുള്ളി. മനസ്സിലായില്ലേ? ഇങ്ങനെ ഉള്ളവരാണ് ഈ സമരത്തിന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കല്ല നിങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ടിപ്പല്ല കിലോമീറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉടായ്പാണ് സുഖി കാണിക്കുന്നത്. ഇവിടെ എന്തായാലും റെഡ് കാർഡ് മാറാതെ ഈ സമരം പിൻവലിക്കുകയല്ല. കുറെ ഇതുപോലുള്ള കുറച്ച് വിഡ്ഢികൾ ഇറക്കുന്ന സമരം പൊളിക്കാനും പറ്റില്ല. ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് മുടങ്ങും. എങ്ങനെയാണ് പൂർണ്ണമായിട്ട് അനിശ്ചിതകാല സമരമാണ് നടക്കാൻ പോകുന്നത്. അനിശ്ചിതകാല സമരം, വേതന വർധനവ് സ്വിഗ്ഗി മാനേജ്മെന്റ് തൊഴിലാളികളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് വരെ സമരം തുടരും. എല്ലാ കാലത്തും സമരം നടക്കുമ്പോൾ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് കമ്പനി കുറെ ആൾക്കാരെ ഇറക്കും. അത് പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. എല്ലാ പ്രാവശ്യവും അതുണ്ട്. ഇപ്രാവശ്യം അവരുണ്ടാവും. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വേതന വർധന ഉണ്ടാകുക എന്നുള്ളതാണ്. ഏകദേശം 6 വർഷക്കാലമായി ഒരേ വേതനത്തിൽ ഓടുന്ന ആൾക്കാരാണ്. ജീവിത ചെലവുകൾ വർദ്ധിച്ചു. ഇത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന മാസമാണ്, ഒരുപാട് ഓർഡർ കിട്ടുന്ന മാസമാണ്. അതുകൊണ്ടാണ് അവർ ഒരു വിഭാഗം പങ്കെടുക്കാതെ. അല്ല, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് തന്നെ ഞങ്ങൾ സമരം വെച്ചത്. എന്തുകൊണ്ടാണ്? കാരണം കമ്പനി നമ്മൾ ഏത് സമയത്ത് സമരം വെച്ചാലും കമ്പനി ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ഇപ്പോ 5-ാം തീയതി 11-ാം തീയതി ലേബർ കമ്മീഷനിൽ ചർച്ചയ്ക്ക് വിളിച്ചു. കമ്പനിയിൽ ഒരു പ്രതിനിധി പങ്കെടുത്തില്ല. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് പോലും മനഃപൂർവ്വം പങ്കെടുക്കാതാണ്. എത്ര ജീവനക്കാരുണ്ട് സ്വിഗ്ഗി ഓടുന്ന തിരുവനന്തപുരത്ത്? എത്ര പേര്? തിരുവനന്തപുരത്ത് മാത്രം 6,000-7,000-ഓളം ജീവനക്കാർ സ്ഥിരം ഓടുന്നവരുണ്ട്. ഇത് മാത്രം ഉപജീവന മാർഗമായിട്ട് കണ്ടോടുന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരിന്ന് പണിമുടക്കാണ്. ഈ ഇൻസ്റ്റാമാർട്ടിൽ വനിതകൾ ഇഷ്ടം പോലെ, ഏറ്റവും കൂടുതൽ വനിതകൾ ജോലി ചെയ്യുന്ന ഒരു ഇൻസ്റ്റാമാർട്ട് സമരത്തിനാണ്. അതെ, അല്ല, പാക്കിംഗ് അല്ല, റൈഡർമാർ മാത്രമാണ്. ഞങ്ങളുടെ വരുമാനമാണ് ഏറ്റവും കുറവ്. ഞങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ വെറും 5 രൂപയാണ് ഇത്രയും വർഷം കൊണ്ട്. ഈ പെട്രോളിന് 65 രൂപ ഉണ്ടായിരുന്നു. എത്ര വർഷം ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയിട്ട് 1.5 കൊല്ലമേ ആവുള്ളൂ. ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്നവരും സമരത്തിൽ നിൽക്കുകയാണ്. എല്ലാം മുഴുവൻ, അതായത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ റൈഡർമാരും സമരത്തിൽ നിൽക്കുകയാണ്. പിന്തുണ പ്രഖ്യാപിച്ചു. സൊമാറ്റോ റൈഡർമാർ പിന്തുണ ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ചു. അവരും ഡെലിവറി ആയിട്ട് അവരും നിർബന്ധിത ഓഫ്ലൈൻ അല്ല, താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ പോയി സഹകരിക്കാമെന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇതാണ് അവസ്ഥ. ഒരു വിഭാഗം ജീവനക്കാർ, ഭൂരിഭാഗം ജീവനക്കാരും 6,000-7,000 ഒക്കെ ഉണ്ട്. കൃത്യമായ കണക്കവർ പറഞ്ഞെങ്കിൽ പോലും 6,000-7,000 ജീവനക്കാരുണ്ട്. ഇതാണ് ഇൻസ്റ്റാമാർട്ടിന്റെ ഇവിടുത്തെ ഓഫീസ്. ഇവിടെ നിന്നാണ് ഈ നിത്യോപയോഗ സാധനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഉൾവശം പാക്കിങ്ങും അതുപോലെ തന്നെ പിന്നീട് പുറത്ത് ഈ ആളുകൾ ജീവനക്കാർ എത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. നേരത്തെ നോട്ടീസ് നൽകിയുള്ള ഒരു പണിമുടക്കാണ്. മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ സമരമെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. മാനേജ്മെന്റ് ഈ രീതിയിൽ ഒരു തരത്തിലും തങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് സമരമെന്നൊരു ഭാഗം പറയുമ്പോൾ ജോലി ചെയ്യാൻ തയ്യാറെടുത്തു വരുന്ന ആളുകളുമുണ്ട്. അതായത് അരുണ്, ഇവര് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, പലതവണയായി ഈ സമരങ്ങൾ നമുക്ക് ഇതിനു മുൻപ് കുറേ മാസങ്ങൾക്ക് മുൻപൊക്കെ 2-3 തവണയൊക്കെ നമ്മൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളുടെ സമരങ്ങൾ കണ്ടതാണ്. ഈ സമരങ്ങൾ ഈ സേവന വേതന വർധനവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഒപ്പം തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ടുള്ള സമരവും നമ്മൾ കണ്ടു. ഇവിടെയും ഈ സമരത്തിനും അത്തരം ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 19 മണിക്കൂറൊക്കെയാണ് തൊഴിൽ ചെയ്യാൻ നിർബന്ധിക്കുന്നത് എന്നൊരു പരാതി ഇവർക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോൾ മറ്റൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നത്, ഈ സമരം തുടങ്ങുമ്പോൾ അത് പൊളിക്കാനായി ഒരു കൂട്ടം ആളുകളെ കമ്പനി തന്നെ ഇറക്കും. അതൊക്കെ യൂണിയനിലൊന്നും പെടാതെ, ഒരു യൂണിയനിലും പെടാതെ സ്വന്തമായി ജോലി ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ആരോപണവും ഉണ്ടല്ലോ. അതിനെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ? പ്രത്യക്ഷത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം തന്നെയാണ് കൂടുതൽ. 13 ആവശ്യങ്ങളാണ് ഇവർ ഈ പണിമുടക്ക് നോട്ടീസിൽ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് തൊഴിലാളിക്ക് ഓർഡർ അസൈൻ ആകുന്നത് മുതൽ ഓർഡർ ഡെലിവറി ചെയ്യുന്നവരെയുള്ള മൊത്തം ദൂരത്തിന്റെ ആദ്യത്തെ 3 കിലോമീറ്ററിൽ 30 രൂപ വേണം. തുടർന്നുള്ള ഓരോ കിലോമീറ്ററും 10 രൂപയായി നിശ്ചയിക്കണം. നിലവിലെ ഇൻസെന്റീവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഈ കമ്പനി ക്രൈറ്റീരിയ അനുസരിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് മിനിമം ഗ്യാരണ്ടി 1,250 രൂപ മിനിമം ശമ്പളം നൽകണം. മൾട്ടി ഓർഡറിൽ രണ്ടാമത്തെ ഓർഡറിന് ഓർഡർ പേ ആദ്യത്തെ 3 കിലോമീറ്റർ 30 രൂപയാണെങ്കിൽ പിന്നീട് 10 രൂപ വെച്ച് അധികം നൽകാൻ തുടങ്ങി പല ആവശ്യങ്ങളുണ്ട്. സാലറി സ്ലിപ്പ് നൽകണം. വർഷം തോറും ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കണം. എല്ലാ ഓർഡറുകൾക്കും വെയിറ്റിംഗ് ചാർജ് നൽകണം. ഇൻസ്റ്റാമാർട്ട് ഡമ്മി ഓർഡർ ഒഴിവാക്കണം. തുടങ്ങി ലൊക്കേഷൻ മാപ്പ്, അതായത് പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം
ഈ ലൊക്കേഷൻ മാപ്പിലൊക്കെ കൃത്രിമം നടത്തി അവർക്ക് ലഭിക്കാവുന്ന തുക ഇവർ വെട്ടിക്കുറയ്ക്കുന്നു എന്നൊരു പരാതി കൊണ്ട് എന്താണ് ഈ ലൊക്കേഷൻ മാപ്പിൽ എങ്ങനെയാണ് കൃത്രിമം നടത്തുന്നത്? മാപ്പ് ലൊക്കേഷൻ ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് മെയിൽ കൂട്ടിയാണ് ഇപ്പോൾ ഓർഡർ അടിക്കുന്നത്. നേരത്തെ നമ്മളൊരു 2 വർഷത്തിനിപ്പുറം വെച്ചാണ് നമുക്ക് 1 കിലോമീറ്ററിനകത്താണ് അടിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പാളയത്ത് നിൽക്കുന്നെങ്കിൽ നമ്മളെ ഏകദേശം ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജ് വരെ അടിക്കും. അപ്പോഴത്തേക്ക് അത് അവിടെ പോയി എടുക്കണം. അത് ഫസ്റ്റ് മെയിൽ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 1 കിലോമീറ്റർ എന്നുള്ള ഇപ്പം 3ഉം 5ഉം കിലോമീറ്ററിനകത്തായി. ഈ ഫസ്റ്റ് മെയിൽ കിലോമീറ്റർ 1 തട്ടിപ്പാണ്. അതിൽ കിലോമീറ്റർ വളരെ കൃത്രിമമായിട്ടാണ് മാപ്പ് കാണിക്കുന്നത്. അതായത് ഡമ്മി ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാമാർട്ടുകാർക്കുള്ള ഓർഡറാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ഓർഡർ ഡെലിവറി ചെയ്തു. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ഓർഡർ എടുത്ത് നേരെ മെഡിക്കൽ കോളേജിൽ പോയാൽ തുടരുക. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. പക്ഷേ അതിന് മുമ്പ് ശ്രീ ഡിജോ കാപ്പൻ ടെലിഫോണിലാണ്. ഡിജോ കാപ്പൻ, ഇവിടെ ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ തൊഴിലാളികൾ അവർ ആദ്യമായല്ല പണിമുടക്കുന്നത്. അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നേരത്തെയും സമാനമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു, സമരമുണ്ടായിരുന്നു. ചില അനുരഞ്ജനങ്ങളുടെ പേരിൽ അത് പിൻവലിക്കുകയും വേണ്ടി ചെയ്തു. ഇപ്പോൾ 25 രൂപ എന്നുള്ളത് അത് 15 ആക്കി വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അതിൽ താങ്കൾക്ക് മനസ്സിലായ എന്താണ് ഈ കാരണങ്ങൾ? അത് ഈ പറഞ്ഞതുപോലെ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ന്യായമാണ് എന്നുള്ളതാണോ? നിശ്ചയമായിട്ടും. അതായത് ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ആണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ബിസിനസ്സുകൾ നടക്കുന്നത്. നമുക്കറിയാം, നൈജീരിയയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് കൊണ്ടുപോകുന്നു. ടെക്നോളജി ഡെവലപ്പ് ചെയ്തതനുസരിച്ച് തട്ടിപ്പിന്റെ രൂപവും മാറുകയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ തട്ടിപ്പാണ്. അല്ലെങ്കിൽ ഈ കമ്പനി ഈ പറഞ്ഞത് നമുക്കറിയാം, ഹോട്ടലിലെ ഫുഡ് അത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ അവർ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ ചാർജ് ചെയ്യും. അതുപോലെ തന്നെ വാഹനങ്ങൾ, ഇവര് കമ്പനി മേടിച്ചു കൊടുക്കുന്ന വാഹനമല്ല, ഇവരുടെ തന്നെ വാഹനമാണ്. ആ വാഹനത്തിന്റെ തേയ്മാനം കണക്ക് കൂട്ടണം, അതിന്റെ പെട്രോളിന് കാലാകാലങ്ങളിലുള്ള വില വർധനവ്. അപ്പൊ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിഫലം കുറയുന്നത് ഒരിടത്തും കേട്ടുകേൾവില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നത് തന്നെ. അതായത് ഉണ്ടായിരുന്നതിനേക്കാൾ ഏതാണ്ട് 10-30% കുറയ്ക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ആളുകൾ തൊഴിലില്ലായ്മ ഉണ്ട്, ഞങ്ങൾക്ക് വേറെ ആളുകളെ കിട്ടും എന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ പറഞ്ഞു വിടുക എന്നുള്ളത് വലിയ ക്രൂരതയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ഇപ്പൊ ഗവൺമെന്റ് എല്ലാത്തിനും K-ഫോൺ പോലെയുള്ള ബദലുകൾ നിർമ്മിക്കുമല്ലോ. അപ്പൊ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബദൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കട്ടെ കേരളത്തിൽ. ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കാണുന്നത്, നമ്മുടെയൊക്കെ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ മുഴുവൻ ജോലി തേടി വിദേശ രാജ്യങ്ങളിലോട്ട് പോവാ. വീട്ടിൽ പ്രായം ചെന്ന അപ്പനും അമ്മയേ ഉള്ളൂ. അവരെ അവിടെ ഒരു കുക്കിനെ നിർത്തണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു 20,000-25,000 രൂപ വേണം. പക്ഷേ ഈ ഹോട്ടലുകളിൽ നിന്ന് അവരൊക്കെ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 4,000-5,000 ആളുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് സാർ. നമുക്ക് ഈ പലപ്പോഴും സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സംവിധാനങ്ങളുടെ ഒന്നും ശ്രദ്ധ ചെന്നെത്താത്ത ഒരു മേഖല കൂടിയാണിത്. കാരണം ഇവർ താങ്കൾ പറഞ്ഞതുപോലെ സ്വന്തം വാഹനത്തിൽ കിലോമീറ്ററുകൾ വെയിലത്ത് സഞ്ചരിച്ച് വളരെ വേഗം അവരുടെയൊക്കെ ജീവന് പോലും ഭീഷണിയാത്തക്ക രീതിയിലാണ് ഇവർ സഞ്ചാരം. കാരണം കൃത്യസമയത്ത് കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ അതിനുള്ള പിഴയൊക്കെ ഈടാക്കും. അങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ കൂടിയുള്ളൊരു ജോലിയാണിത്. ഇവിടെയാണ് ഇവർക്ക് സേവനമായി വേതനമായി കൃത്യമായ പണം കിട്ടുന്നില്ല എന്നുള്ള പരാതി. അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, നമ്മുടെ തൊഴിൽ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണം ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് എന്നുള്ളതുമാണ്. ആ ഒരു ശ്രദ്ധ ഇതുവരെ എത്തിയിട്ടില്ല എന്നും മനസ്സിലാക്കണം. നിശ്ചയമായിട്ടും. ഇത് അതുപോലെ തന്നെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പോലും ഉണ്ട്. അവന് വീട്ടിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, പിതാവിൽ നിന്ന് അധികം പണം കിട്ടാത്തത് കൊണ്ട്, പിതാവിനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് പഠന സമയത്തിനിടയ്ക്ക് പോയി ഈ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഒരു വരുമാനത്തിൽ കുറവ് വരിക അത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. ഇവിടെ എല്ലാ വർഷവും നമുക്കറിയാം ജീവിത ചെലവിനനുസരിച്ച് സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ DA വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കിനി ഇവരൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പുതിയ ആളുകളെ കിട്ടും എന്നുള്ള ഒരു അഹങ്കാരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ബദൽ പറയുന്ന ഗവൺമെന്റ് തന്നെ ഈ ചെറുപ്പക്കാരെ, അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഒരു 40-45 വയസ്സ് താഴെയുള്ളവരാ, ഇവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാതെ, ഇവരില്ലാതെ ഈ ഒലേ പോലെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇല്ലാതെ വേണമെങ്കിലും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ച് 5-10% വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടടുത്ത് അത് 10-25% കുറയ്ക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവി ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇവരോടൊപ്പം എനിക്ക് കേൾക്കാമോ സർ? ഇല്ല, അദ്ദേഹം ടെലിഫോൺ ബന്ധത്തിലില്ല. അരുണ, തുടരാം. ഇപ്പോൾ അവിടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. എന്താണ് ഇപ്പോൾ സമരത്തിന്റെ ഏറ്റവും പുതിയ അവസ്ഥ?
സമരം തുടരുകയാണ്. 11 മണിയോടുകൂടിയാണ് ഇവിടെ ഇതിന്റെ ഉദ്ഘാടനം നടക്കുക. CITU നേതാവ് CJN ബാബുവും INTUC നേതാവ് പ്രതാപനുമാണ് ഇതിൽ സമരത്തിൽ നിന്ന് പ്രധാനമായും ഈ തൊഴിലാളികളെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ എത്തുന്നത്. സമരം അനിശ്ചിതകാലം തന്നെ പോകാനാണ് അവർ നോട്ടീസ് നൽകുന്നു. അങ്ങനെ തന്നെ അനിശ്ചിതകാല പണിമുടക്ക് തന്നെയാണ് അവർ നോട്ടീസ് നൽകിയത്. ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. ഇത് സ്വാഭാവികമായും ഭക്ഷണ വിതരണ രംഗത്ത് നമുക്കറിയാം എത്രത്തോളം ഇപ്പോൾ മലയാളികൾ പ്രത്യേക നഗരമേഖലകളിലൊക്കെ ഈ ഓൺലൈൻ ഭക്ഷണ വിതരണത്തെ ആശ്രയിക്കുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമായി നേരിട്ട് അനുഭവമുള്ളതാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സമരം ഇങ്ങനെ പോയാൽ സ്വിഗ്ഗിയും ഇന്ന് സൊമാറ്റോയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ശക്തമായ സമരമായി തുറന്നു പോയാൽ ഒരു പക്ഷേ ഭക്ഷണ വിതരണ രംഗത്തെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ തന്നെ കൊണ്ടുപോകും. മാനേജ്മെന്റ് ലേബർ കമ്മീഷനോട് ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന പരാതി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു തരത്തിലും അവരുമായി സഹകരിക്കേണ്ട നിലപാട് തന്നെയാണ് ഉള്ളത്. ഇവർക്ക് ഈ ശമ്പള വർധന എന്നാണ് അവസാനമായിട്ട് ഉണ്ടായിട്ടുള്ളത്? ശമ്പള വർധന ഉണ്ടായിട്ടേ ഇല്ല. അതായത് ഇത് തുടങ്ങിയ മുതലുള്ള ഒരേ വേതനത്തിൽ തന്നെയാണ്. ഇപ്പൊ ശമ്പളം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻസ്റ്റാമാർട്ടുകളിൽ നേരത്തെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് മിനിമം ഒരു ഓർഡറിന് 25 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വെറും 15 രൂപ കമ്മീഷനായിട്ടാണ് കൊടുക്കുന്നത്. കമ്മീഷനായിട്ടല്ല, ഒരു ഓർഡറിന് കിലോമീറ്റർ വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ ഒന്ന് നോക്കൂ, ഏതെങ്കിലും ഒരു മോട്ടോർ, അതായത് ഏത് വാഹനം, ഇപ്പോൾ ഓട്ടോ ഉണ്ട്, ടാക്സി ഉണ്ട്, ഏത് വാഹനം ഓടുന്നായാലും 5 രൂപ കിലോമീറ്ററിന് 5 രൂപയ്ക്ക് ഓടുന്ന ഏതെങ്കിലും ഒരു മേഖല, തൊഴിലെടുക്കുന്ന ഏതെങ്കിലും ഒരു മേഖല ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഓടുന്നു. കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേതന വർധനവില്ല. വേതന വർധനവ് തരാൻ തരില്ല. സാധാരണ ദിവസങ്ങളിലേക്കാട്ടിലും അധിക വേതനം ഇന്ന് ഇട്ടിരിക്കുകയാണ്. ഇന്ന് കമ്പനി 35 രൂപ അധികമായിട്ട്, അതായത് ഒരു ഓർഡറിന് 25 രൂപ നോർമൽ നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 35 രൂപ അധികമായിട്ട് നൽകുകയാണ്. ഇന്ന് സമരം വന്നതുകൊണ്ട് ഓണത്തിന് പോലും ഈ തരത്തിൽ നമുക്ക് നൽകിയിട്ടില്ല. ഓണത്തിന് ഒരു സ്പെഷ്യൽ ബോണസ് നൽകും. ആ ഓണത്തിന് പോലും ഇത്രയും അധികം സർജ് ഓണത്തിന് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഇറങ്ങുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത് ഇടുന്നത്. അത് കൂടുതൽ വേതനം കാണിച്ച് ആൾക്കാരെ ഇറക്കുക എന്നുള്ളതാണ്. കാരണം ഈ മേഖല സംഘടിതരല്ല, തൊഴിലാളികൾ അസംഘടിതരാണ്. അപ്പോൾ ഞങ്ങൾ അവരെ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തൊഴിലാളി യൂണിയനുകൾ ഉൾപ്പെടെ സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ വേതനം മാത്രമല്ല, ഇതിൽ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളി ഒരു ആക്സിഡന്റായി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയുണ്ട്. ആ തുക കമ്പനി കൊടുക്കുന്നതാണ്. ആ തുക നൽകാൻ തയ്യാറാവുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞ് അവൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഒഴിവാക്കും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മരണപ്പെട്ട ഒരു വ്യക്തി, അവൻ മരണപ്പെടുന്നതിന് 2 ദിവസം മുന്നേ വരെയും ജോലി ചെയ്തിരുന്നു. പക്ഷെ കമ്പനി ചെയ്തത് ആപ്പിനകത്തു നിന്ന് അവന്റെ മുഴുവൻ വിവരങ്ങളും എറൈസ് ചെയ്തിട്ട് അവൻ 1 മാസം മുന്നേ ആണ് ഏറ്റവും ഒടുവിൽ വർക്ക് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം അവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് 2 ദിവസം, മരണപ്പെടുന്നതിന് 2 ദിവസം മുന്നേയും അവന് വരുമാനം വന്നിരുന്നു. ഈ സ്വിഗ്ഗിയിൽ നിന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ ആ ഇൻഷുറൻസ് തുക നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിൽ അപകടം പറ്റുന്നവർക്ക് കൃത്യമായി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസകൾ നൽകുന്നില്ല. അവര് ഇവിടെ തമിഴ്നാട് ബോർഡർ, തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന അനീഷ എന്ന് പറയുന്ന സ്ത്രീ, അവർ കഴിഞ്ഞ ദിവസം മനോരമയിൽ പത്രത്തിൽ ഉൾപ്പെടെ വലിയ ആർട്ടിക്കിൾ വന്നു. അവര് ഈ ജോലിക്കിടയിൽ ലോറിയുടെ അടിയിൽപ്പെട്ട് അവരെ കാല് മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാല് മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. അവസാനം കിംസിലേക്ക് മാറ്റി 10 ലക്ഷം രൂപ മുടക്കിയാണ് ഞങ്ങൾ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ സഹകരിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ മുടക്കിയാണ് അവർക്ക് ആ ഓപ്പറേഷൻ നടത്തി. അവരിപ്പോഴും വീട്ടിലാണ്. രഞ്ജിത്ത്, ഇത്തരത്തിൽ നിരവധി പരാതികൾ അവർക്ക് പറയാനുണ്ട്. പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു തൊഴിൽ മേഖലയാണ്. അവിടെ തട്ടിപ്പുകൾക്ക് വലിയ അസംഘടിത മേഖല കൂടിയാകുമ്പോൾ സ്വാഭാവിക വലിയ സ്കോപ്പുണ്ട്, വലിയ വഴികളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള തട്ടിപ്പുകളിലൂടെയും ഈ കമ്പനികൾ തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന പരാതിയാണ് അവർക്കുള്ളത്. അങ്ങനെ നിവൃത്തിയില്ലാതെയാണ് അവർ ഈ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് തന്നെ ഇന്ന് സ്വാഭാവികമായ ഒരു സമരം പൊളിക്കാൻ മുതലാളിമാർ ചെയ്യുന്ന രീതികളുമുണ്ട്. ഇന്ന് 25 രൂപ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് 35 രൂപയെ അവരുടെ ഈ കമ്മീഷൻ വേതനം വർദ്ധിപ്പിക്കുന്നതും ചെയ്യുന്നുണ്ട്, ഒരു ദിവസത്തേക്കെങ്കിലും പ്രത്യേക ഓഫറായിട്ട്. അങ്ങനെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും സമരവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഈ തൊഴിലാളികളുടെ ഉറച്ച നിലപാട്. സംസ്ഥാനത്ത് ഓൺലൈൻ ഭക്ഷ്യവിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. കാരണം സ്വിഗ്ഗി, സൊമാറ്റോ ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിലാണ് എന്നാണ്